വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള നമുക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട തങ്ങളെ വരികളെ ഉദ്ഘാടനം പ്രസംഗം ചെയ്ത ബഹുമാനപ്പെട്ട കാസിം ഉസ്താദ് വരികൾ, സദസ്സിലുള്ള സഹോദരന്മാരെ സഹോദരികൾ, പ്രത്യേകിച്ചും ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ മുതഅല്ലിമീങ്ങൾ, ഈ നാട്ടിന്റെ നേതാക്കന്മാർ, മറ്റുള്ള സംഘടകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങളവരികൾ പോകുന്നു. സ്ഥലം വൈകി പൊറുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ആരോഗ്യം ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാ ഓരോരുത്തർക്കും അല്ലാഹുവേ നീ ആരോഗ്യം ആഫിയത്ത് നീ പ്രദാനം ചെയ്യുന്നേ അല്ലാഹ്. സുദീർഘമായ നിലയ്ക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ മാതിരി 2 മിനിറ്റ് മാത്രമാണ് എനിക്ക് ഇവിടെ അനുവദിച്ചിട്ടുള്ളത്. ഏതായാലും ആകട്ടെ, ജോഗിപട്ടി എന്നുള്ള ഈ മഹത്തായ ഈ രാജ്യം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിത്തറത്തിൽ ജീവിച്ചതായിരിക്കുന്ന നേതാക്കന്മാരാണ്, കാരണവന്മാരാണ് ഈ നാട്ടിലുള്ളത്. അവരൊക്കെയും നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലായിട്ട് അടിവരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് ഈ നാട്ടുകാരായ എല്ലാവർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായിരിക്കുന്ന താജുൽ ഉലമ ഏത് സദസ്സിൽ പോയാലും ഞങ്ങളോട് പറയുന്നത് ദീന് എന്നുള്ളത് അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മാത്രമാണ് ദീനുള്ളത്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ആരാമാണോ അധ്വാനിക്കുന്നത് അതാണ് ദീന്, മറ്റൊന്നും ദീനല്ല എന്ന് എല്ലാ സദസ്സിലും പറഞ്ഞത് ഞങ്ങൾക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉപ്പിയങ്ങാടി പരിശ്രമത്തുള്ള അടുത്ത രാജ്യമാണ് നമ്മുടെ ജോഗിപട്ടി. അൽഹംദുലില്ലാഹ്, ഈ നാട്ടിൽ സുന്നത്ത് ജമാഅത്തിന് എതിരായ ഒറ്റ ഒരാൾക്കാർ ഇല്ല എന്നുള്ളത് വളരെയധികം സന്തോഷകരമാണ്. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരേക്കും അങ്ങനെ തന്നെ നിലനിർത്തി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായിരിക്കുന്ന വലിയ ഒരു ഭാഗ്യമാണ്. നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമായ നിലയ്ക്ക് ഈ ജീവിപ്പിക്കുകയും അതേ പ്രകാരം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും വളർന്നത് എന്നുള്ളത് അത് നമ്മുടെ ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നത് വരേക്കും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സ് മഹാനായിരിക്കുന്ന താജുൽ ഉലമ, അതേ പ്രകാരം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, ബഹുമാനപ്പെട്ടതായ കന്യത്ത് ഉസ്താദ്, നൂറുൽ ഉലമ, അതേ പ്രകാരം മറ്റുള്ള പല ആൾക്കാരും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അധ്വാനിച്ച് മരണപ്പെട്ടവരുടെ പേരിൽ നടത്തുന്നവർ വലിയ ഒരു ഭാഗ്യമുള്ള ഒരു സദസ്സാണ്. മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സ് എന്നുള്ളത്, ഈ മാസം എന്നുള്ളത് മഹാനായിരിക്കുന്ന അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറൽ അസീസ് മഹാനവരുടെ ആണ്ട് കഴിക്കുന്ന മാസവും കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറൽ അസീസ് ആരാണ് ഞങ്ങൾക്കറിയാം. അവരുടെ പേരിലുള്ളതായ പള്ളികളും നേർച്ചകളും ദപ്പറാത്തികളും പല സ്ഥലത്ത് നടത്താറുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവരെ,
ഹബീബായ മുത്ത് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടി വളരെയധികം സ്നേഹിക്കുകയും മഹബത്ത് വെക്കുകയും അതേ മഹബത്തോട് കൂടി മരണപ്പെടുകയും ചെയ്ത ആ മഹാവ്യക്തിയുടെ അവരുടെ ബർക്കത്താണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹു പലപ്പോഴും ഹബീബായ മുത്ത് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ സമയത്തിലും അതാ സലാം പറഞ്ഞ് അയക്കുകയുണ്ടായി. ഒരവസരത്തിൽ മദീന മുനവ്വറയിൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിൽ പോയി കൊണ്ട് ബഹുമാനപ്പെട്ടതായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹു അവിടുന്ന് പാടുന്നു, പടച്ച തമ്പുരാനെ, വളരെയധികം വിദൂരമായ സ്ഥലത്തിൽ നിന്ന് തങ്ങളെ ഇതുവരേക്ക് ഞാൻ സലാം പറഞ്ഞ് അയച്ചുകൊണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ തങ്ങളുടെ അടുക്കൽ എന്റെ ശരീരത്തോടു കൂടി തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഞാനിതാ സലാം പറയുന്ന നബിയേ. അതുകൊണ്ട് നബിയേ, എനിക്ക് പറയാനുള്ളത് തങ്ങളെ ഒന്ന് കാണണം, തങ്ങൾക്കുള്ളതായ കൈ എനിക്കൊന്ന് നീട്ടിത്തരണം എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായിരിക്കുന്ന അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവരിലേക്ക് ഹബീബായ മുത്ത് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ റൗള ഷരീഫിൽ നിന്ന് കൈ പൊട്ടി തങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ചരിത്രം മറ്റൊരാൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം നേരിട്ടിട്ടില്ല. അങ്ങനത്തെ മഹാനവരുടെ ആണ്ട് നേർച്ചയും കൂടിയാണ് ഈ അവർ സ്മരിക്കേണ്ട ഒരു മാസവും കാണ് ഈ മാസം എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ നാട്ടുകാരായ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ എന്ത് കഷ്ടം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഹബീബായ മുത്ത് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും വളരെയധികം ആദരിക്കുകയും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സലാത്തുകൾ പറയുകയും നമസ്കാരം ഒരിക്കലും എന്ത് ഘട്ടങ്ങളിലും കലാകാതെ കണ്ട് അതിന് നിങ്ങൾ നിസ്കരിക്കുകയും ചെയ്തു. ആ സുന്നത്ത് ജമാഅത്തിൽ വളരണമെന്ന് വിനീതമായി ഞങ്ങൾ എന്റെ നഫ്സിനോട് നിങ്ങളോട് ഞാൻ വളർത്തിക്കൊള്ളുന്നു. അതോടുകൂടി പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ ഈ സദസ്സിലുണ്ട്. വാനലോകത്തിന്റെ മലായികത്തുകൾ അതാ ചിറകുകൾ താത്തി കൊടുക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ സറക തരീഖൻ യൽതമിസു ഫീ ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഒരുത്തൻ ഇൽമു പഠിക്കുന്ന വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്കുള്ള മാർഗം അവനിക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്ന് മുത്ത് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം തന്നെ ഇൽമു പറയുന്ന ഒരു മജ്ലിസാണ്, ഇൽമിന്റെ സദസ്സാണ്. ഇൽമിന്റെ മുതഅല്ലിമീങ്ങൾ, അല്ലാഹുവിന്റെ ബാലലോകത്തിന്റെ മലായികത്തുകൾ ചിറക് താത്തി കൊടുക്കുന്ന മുതഅല്ലിമീങ്ങൾ ഈ സദസ്സിലുണ്ട്. ഏതെങ്കിലും നിലയ്ക്ക് ഈ സദസ്സ് ദുആക്ക് ഉത്തരമുണ്ട് എന്നുള്ളത് ആർക്കും തന്നെ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ ആരോഗ്യം ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യുന്ന അല്ലാഹ്. ഈ നാട്ടിൽ മരണപ്പെട്ടതായ നമ്മുടെ കാരണന്മാർ, ഞങ്ങൾക്കുള്ള നേതാക്കന്മാർ സുന്നത്ത് ജമാഅത്തിൽ പറയുമ്പോൾ വളരെയധികം ആവേശത്തോടു കൂടി ദിവ്യത്തിനോട് എതിർക്കുകയും ചെയ്ത ആ മഹാന്മാരെല്ലാം ഇതാ ഖബറിന്റെ അരികിൽ പോയിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെ ഖബറുകളെ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാഹ്. നമുക്കെല്ലാവർക്കും മരിക്കുന്ന സമയത്തിൽ ഹബീബായ മുത്ത് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തോടു കൂടി ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖം കണ്ടുകൊണ്ട് നല്ല ഒരു മജ്ലിസിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ നിർവഹിച്ചുകൊണ്ട് എന്റെ സംസാരത്തെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.